ഇത് ഇദ്ദേഹത്തിൻ്റെ ആത്മതലത്തെ തൊട്ട കഴിഞ്ഞ ആഴ്ചത്തെ അനോയിന്റിംഗ് സെക്ഷന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ആത്മതലത്തെ സ്പർശിച്ച ഒരു സാക്ഷ്യമാണ്. This is a testimony of what happened to him after the anointing of the Lord touched him. അദ്ദേഹം ഇപ്പോൾ അത് പറയും. He will say that now. Praise the Lord. Hallelujah. Hallelujah. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ ഇരുന്നിട്ട്. പിന്നെ വർഷിപ്പ് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മാവിൽ ഭയങ്കരമായിട്ട് തീ കത്താൻ തുടങ്ങി. Last week during the anointing there was a fire lit in me. അഭിഷേകത്തിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഇതിലായി. Because of the anointing I could not stand there. ദൈവം എൻ്റെ അടുത്ത് ശക്തമായിട്ട് എൻ്റെ അടുത്ത് ആത്മാവിൽ സംസാരിച്ചു. And the Lord spoke to me. ഞങ്ങൾ അത്രയും വർഷിപ്പ് കഴിഞ്ഞ് മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത റൂമിലെത്തി. After the worship and message I came to the friend. ഞാൻ റൂമിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ and when I stood before him to pray, when I went to the room, ദൈവം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കുറച്ച് ആത്മാവിൽ ഭയങ്കര ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് വിസൺസ് എൻ്റെ മുമ്പിൽ വരാൻ തുടങ്ങി. And the Lord started speaking to me, and after some time he came in front of me. പരിചയമില്ലാത്തവർ കുറേ പേരുടെ മുഖം എനിക്ക് ഫേസിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. And in front of me I started seeing many faces whom I don't know. ആ സമയത്തിൽ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവരിന് വേണ്ടി നീ പ്രത്യേകം പ്രാർത്ഥിക്കണം. And the Lord said that you have to go pray for them. കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ദൈവം സംസാരിച്ചു. And the Lord said about some problems that they're facing. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കുറേ സംഭവങ്ങൾ എൻ്റെ അടുത്ത് ദൈവം ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. And he started speaking to me about some problems, some incidents. അത് പിറ്റേ ദിവസങ്ങളിൽ തന്നെ അത് നാട്ടിൽ അങ്ങനെ തന്നെ നടന്നു. And in the next day the same thing happened. ആ സമയത്തിൽ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്ന് മാറി നിൽക്കാൻ. And at that time the Lord said you move away from that place. എൻ്റെ ആത്മാവിൽ നടന്ന സമയം ഞാൻ അതിനായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് എന്നെ മാറ്റി ദൈവം മാറ്റി നിർത്തി. ആ കാര്യങ്ങൾ ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങൾ ദൈവം അങ്ങനെ തന്നെ നാട്ടിൽ നടക്കുകയും ചെയ്തു. And what about the Lord spoke to me, the same thing happened in the land. അത് എൻ്റെ അന്നത്തെ പ്രയർ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ആയി. എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ എനിക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് എനിക്ക് കയറി പിടിക്കാൻ ദൈവം എന്നെ ഇതാക്കി. And the Lord helped me to lift me up to the next level in my spiritual atmosphere. ഡിസംബറിൽ തൊട്ട് തന്നെ എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നടന്നു സ്പിരിച്വൽ ലൈഫിൽ. And from December onwards there were small changes in my spiritual life. നോർമൽ ഒരു 24 നിന്ന് 25 കടക്കുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫ് ദൈവം 25 നിന്ന് ഒരു ആദ്യത്തെ ഒരു സ്പിരിച്വൽ ലൈഫിൽ അടുത്ത ഒരു സീസണിലേക്ക് എൻ്റെ ദൈവം അങ്ങോട്ട് കയറ്റി. The Lord has lifted me up to the next season. ഞാൻ ഇതിങ്ങനെ ഓവറായിട്ട് ഫീൽ ചെയ്തു. എനിക്കിപ്പോൾ മീൻസ് പ്രാർത്ഥനയിലിരിക്കുന്ന സമയം തൊട്ടും എപ്പോഴും വിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എൻ്റെ ലൈഫ്. And when I'm sitting for prayer, visions started appearing in front of me. നോർമലായിട്ട് ഇരിക്കാൻ പറ്റാതെ ഇതായി. ഇപ്പോൾ അങ്ങനെ അത്രയ്ക്കും എൻ്റെ ജീവിതത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കണ്ണടച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ദൈവം ഉണ്ടെന്നുള്ള ഒരു ഇതായി. എൻ്റെ സ്പിരിച്വൽ ലൈഫിന് അത്രയ്ക്കും ഒരു ഗൈഡിലും അത്രയും ഒരു ലെവലിലേക്ക് എന്നെ എത്താനുള്ള ദൈവം എനിക്ക് എൻ്റെ ഒരു വാതിൽ തുറന്നു എൻ്റെ ലൈഫിൽ അത്രയ്ക്കും ഒരു ലെവലിലേക്ക് എത്തിക്കാൻ എൻ്റെ ദൈവം ഇതായി. And once I close my eyes, the Lord speaks to me and I know that my Lord is with me. ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് എവിടെ എൻ്റെ ഒരു ടെസ്റ്റിമണി ആയിട്ട് പറയാൻ എൻ്റെ ദൈവം അനുവദിച്ച സമയത്തിന് വേണ്ടി നന്ദി പറയുന്നു. I thank God for giving me this time to say my testimony. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്ററിനും പാസ്റ്റർ ഫാമിലിയും ഇതാമത്തിൽ നന്ദി പറയുന്നു. I thank the church and pastor for helping me. ഒന്ന് കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. Can you raise your hands and praise the Lord? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവർ ഒന്ന് കരം ഉയർത്തിയാട്ടെ. All those who were here last week, raise your hands. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God. ഒത്തിരി സ്പിരിച്വൽ എക്സ്പീരിയൻസുകളാണ്. Many spiritual experiences. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പ്രവചനമൊന്നും വന്നില്ല. To him there were no prophecies. പക്ഷേ അദ്ദേഹം ഒരു വലിയ അഭിഷേകത്തിനകത്ത് അവിടെ വീണ് കിടന്നു. But the Lord put him in a big anointing. യാത്രയിൽ റൂമിൽ ചെന്നപ്പോഴൊക്കെ കർത്താവ് സംസാരിക്കുകയാണ്. It was during his journey and going to this room, Lord was speaking to him. മുമ്പിൽ വരുന്ന ആളുകളെ കുറിച്ച് ദേശത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവം സംസാരിക്കുന്നു. അടുത്ത മണിക്കൂറിൽ അതുപോലെ സംഭവിക്കുന്നു. And the Lord was speaking to me about the people who are coming in front of him, about nations, and the next moment is happening. ഞാൻ കഴിഞ്ഞ ഈ ദിവസം അബുദാബി പോയപ്പോൾ വലിയ സന്തോഷത്തോടെ അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത്. And when I went last day to minister in Abu Dhabi, he told me with great joy. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Raise your hands and praise the Lord. 2-3 പേർക്ക് കൈ കൊടുത്തവർ അഭിഷേകം നിന്നെ ആളുമാറ്റും. Give 2 hands to 2-3 people and say that anointing will make you a different person.